ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൂവി ഷോക്കേസ്. 2015 റിലീസ് ചെയ്ത ഓഫീസ് എന്ന ത്രില്ലർ മൂവിയാണ് നമ്മളിന്നിവിടെ കാണാൻ പോകുന്നത്. ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ് അയാളുടെ വീട്ടിലുള്ളവരെ മുഴുവനായി കൊലപ്പെടുത്തുന്നു. ഈ കേസിന്റെ അന്വേഷണം നടക്കവേ തന്നെ ഈ സെയിം ഓഫീസിലുള്ള പലരും 1 by 1 ആയിട്ട് ആ ഓഫീസിൽ വെച്ച് തന്നെ മിസ്സാവുന്നു. ഈ മിസ്സായവരൊക്കെ എവിടെ പോയി? എന്തായാലും ഓഫീസ് വിട്ട് പുറത്തു പോയിട്ടില്ല കേട്ടോ. ഈ മിസ്സിങ്ങിന്റെ ഒക്കെ പിന്നിൽ ആരാണ്? നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ആളെ അല്ല കേട്ടോ. കാരണം ക്ലൈമാക്സിലെ ട്വിസ്റ്റ് ശരിക്കും അൺഎക്സ്പെക്ടഡ് ആണ്. കൂടുതൽ ബോറടിപ്പിക്കുന്നില്ല, നേരെ മൂവിയിലേക്ക് കിടക്കാം. മൂവിയുടെ ആരംഭത്തിൽ ആകെപ്പാടെ സങ്കടപ്പെട്ടിരിക്കുന്ന ഒരു മനുഷ്യനെയാണ് കാണിക്കുന്നത്. ഇവനാണ് കിം. ഇവൻ വീട്ടിൽ ചെന്ന് വീട്ടുകാരൊപ്പം ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഒരു ചുറ്റിക ഉപയോഗിച്ച് സ്വന്തം വീട്ടുകാരെ മുഴുവനായി കൊലപ്പെടുത്തുന്നു. പിന്നീട് നമ്മളെ കാണിക്കുന്നത് ഒരു ബിസി മോർണിംഗ് ആണ്. ഈ തിരക്കിനിടയിൽ സമയം നോക്കിക്കൊണ്ട് ഓടി വരുന്ന ഇവളാണ് നമ്മുടെ ഹീറോയിൻ. ഇവളുടെ പേര് മിയാലി. ഇവളിവിടെ ഒരു IT കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. 4 മാസമായിട്ടും എന്താണോ എന്തോ ഇവളുടെ ജോബ് പെർമനന്റ് ആക്കിയിട്ടില്ല. ഇവൾ ഒരു തരത്തിൽ ഓടിപ്പിടിച്ച് ഏകദേശം ടൈമിൽ തന്നെ ഓഫീസിലെത്തിയിരിക്കുകയാണ്. ഈ സമയം ഓഫീസിലെ ബോസ് ആ കണ്ണാടിയൊക്കെ വെച്ച് ടൈ ഒക്കെ കെട്ടിയിരിക്കുന്ന ആളാട്ടോ ബോസ്. പുള്ളി പരിചയമില്ലാത്ത ഒരാളുമായിട്ട് സംസാരിക്കുന്നത് ഹീറോയിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. ആരാ അതെന്ന് തൊട്ടടുത്തിരിക്കുന്ന കുള്ളിക്കിനോട് അവള് ചോദിക്കുകയാണ്. നീ ന്യൂസ് ഒന്നും കണ്ടില്ലേ? വീട്ടുകാരെ മുഴുവൻ തലക്കടിച്ചു കൊന്നത് വേറെ ആരുമല്ല, നമ്മുടെ ഓഫീസിലെ മാനേജർ കിം ആണ്. അതിന്റെ ഇൻവെസ്റ്റിഗേഷനുമായി ബന്ധപ്പെട്ട് വന്ന ഓഫീസറാണെന്ന് അവള് പറയുന്നു. ഈ ന്യൂസ് ഹീറോയിനെ വല്ലാണ്ട് ഞെട്ടിക്കുന്നതായിരുന്നു. കാരണം ഇന്നലെ വരെ ഒരു കുഴപ്പമില്ലാതെ ഇവരുടെ ഒപ്പം വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആളാ ഇങ്ങനെ ഒരു പരിപാടി ഒപ്പിക്കുന്ന ആരെങ്കിലും വിചാരിക്കുവോ? ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായി ഓഫീസർ ഓരോരുത്തരെയും മാറി മാറി കിമ്മിനെ പറ്റിയും കിമ്മിന്റെ സ്വഭാവത്തെ പറ്റിയും അവനിൽ എന്തെങ്കിലും അബ്നോർമാലിറ്റീസ് കണ്ടിരുന്നോ എന്നൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്. എന്നാൽ കിമ്മിനെ പറ്റി ആർക്കും ഒരു നെഗറ്റീവ് അഭിപ്രായം പറയാനുണ്ടായിരുന്നില്ല. കിം പാവമാണ്, അവൻ എല്ലാവരോടും നോർമലായിട്ടാണ് പെരുമാറിയിരുന്നത് എന്നെല്ലാം തന്നെയാണ് എല്ലാവരും പറയുന്നത്. അത് മാത്രമല്ല, ഇത്രയും വലിയൊരു ക്രൂരത അവൻ ചെയ്തു എന്ന് വിശ്വസിക്കാനാവുന്നില്ല എന്നും എല്ലാവരും പറയുന്നു. ഓഫീസർ ലാസ്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ചെയ്തത് ഈ കാണുന്ന ജോയാണ്. ജോയ്ക്ക് കിമ്മിനെക്കാളും സീനിയോറിറ്റി കുറവാണെങ്കിലും പവർ കൂടുതൽ ജോയ്ക്കായിരുന്നു. അത് മാത്രമല്ല, ഇപ്പൊ കിം ഇല്ലാത്തത് കൊണ്ട് തന്നെ അടുത്ത മാനേജർ പൊസിഷനിലേക്ക് പോകാൻ പോകുന്നതും ഈ ജോയാണ്. അതുകൊണ്ട് തന്നെ ഈ ജോയെ കാര്യമായിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നുണ്ട്. കിമ്മിനെ പറ്റി വളരെ നല്ല അഭിപ്രായം മാത്രമാണ് പറഞ്ഞത്. ക്വസ്റ്റ്യനിങ് ഒക്കെ മതിയാക്കി ഓഫീസർ പതുക്കെ തിരിച്ചു പോകാൻ തുടങ്ങുകയായിരുന്നു. ഈ സമയം വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഹീറോയിൻ എന്തോ എടുക്കുന്നതിന് വേണ്ടിയിട്ട് അവളുടെ ടേബിളിലെ ഡ്രോയർ ഓപ്പൺ ചെയ്യുകയാണ്. ആ ഡ്രോയർ ഓപ്പൺ ചെയ്തതും എന്തോ പ്രേതത്തിനെ കണ്ടതുപോലെ പേടിച്ച് സ്റ്റക്കായി നിൽക്കുകയാണ് അവള്. ഇവളിങ്ങനെ അന്തം വിട്ട് സ്റ്റക്കായിട്ടിരിക്കുന്നത് കണ്ടിട്ട് ഇവരുടെയൊക്കെ ടീം ലീഡർ ഹോൺ, ഈ കാണുന്ന പെണ്ണ് നമ്മുടെ ഹീറോയിനോട് ഹാഷായിട്ട് സംസാരിക്കുകയും അത് ചെയ്യേ ഇത് ചെയ്യുന്നൊക്കെ പറഞ്ഞ് അവർക്ക് കുറച്ച് ജോലി ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. അപ്പോഴാണ് തിരിച്ചു പോകാൻ പോയ ഓഫീസർ നമ്മുടെ ഹീറോയിനെ കാണുന്നത്. ഈ സ്റ്റാഫിനെ ഞാൻ ക്വസ്റ്റ്യൻ ചെയ്തില്ലല്ലോ, ഇവളെ എനിക്ക് ക്വസ്റ്റ്യൻ ചെയ്യണമെന്ന് ഈ ഓഫീസർ പറയുമ്പോൾ കൂടെ നിൽക്കുന്ന ജോയ് പറയുന്നു ഇവള് വെറും ഇന്ത്യൻ ആണ്, ഇവളെ ക്വസ്റ്റ്യൻ ചെയ്യേണ്ട കാര്യമില്ല എന്നൊക്കെ. പക്ഷേ ഓഫീസർ അതിന് സമ്മതിക്കുന്നില്ല. ഈ സമയം ജോയ് ഇവക്ക് എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു ജോലി കൊടുക്കാനുണ്ട്, 1 മിനിറ്റ് എന്നും പറഞ്ഞ് അവളെയും കൂട്ടിക്കൊണ്ട് പോയി അവിടെ ഒരു മുറി കയറി കഥ കടക്കുകയാണ്. കിമ്മിനെ പറ്റി അന്വേഷിക്കാനാണ് ഓഫീസർ വന്നിരിക്കുന്നത്. അന്നത്തെ ദിവസം ഇവിടെ നടന്ന സംഭവങ്ങളോ ഓഫീസിനുള്ളിലെ കാര്യങ്ങളോ ഒന്നും നീ പുറത്ത് പറയാൻ പാടില്ല. നീ ഇവിടെ വേറൊരു ഇന്ത്യൻ മാത്രമാണ്, നിന്റെ ജോലി ഇവിടെ സ്ഥിരപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് നീ കേൾക്കണം എന്നെല്ലാം ജോയ് ഭീഷണിയുടെ സ്വരത്തിൽ അവളോട് പറയുന്നു. ഈ സമയം ഓഫീസർ അങ്ങോട്ടേക്ക് കയറി വരികയും പുറത്തു പോയി സംസാരിക്കാമെന്നും പറഞ്ഞ് അവളെ കൂട്ടിക്കൊണ്ട് വെളിയിലേക്ക് പോവുകയും ചെയ്യുന്നു. നമ്മുടെ ഹീറോയിനും കിമ്മിനെ പറ്റി കൂടുതലായിട്ടൊന്നും പറയാനുണ്ടായിരുന്നില്ല. അവളും നൈസായിട്ട് അങ്ങ് കൈയൊഴിഞ്ഞു. ക്വസ്റ്റ്യനിങ് ഒക്കെ കഴിഞ്ഞ് തിരിച്ച് ജോലി ചെയ്തുകൊണ്ടിരുന്ന ഹീറോയിൻ അവളുടെ ആ ഡ്രോയർ വീണ്ടും ഓപ്പൺ ചെയ്യുന്നു. ഇത്തവണയും അവൾ പേടിച്ചരണ്ട് തന്നെ ഇരിക്കുകയാണ്. ഇത്തവണ പക്ഷേ ഈ ഡ്രോയറിൻ്റെ അകത്ത് എന്താ ഉള്ളതെന്ന് നമ്മളെയും കാണിക്കുന്നുണ്ട്. ഒരു മൂർച്ചയേറിയ കത്തിയായിരുന്നു അതിൻ്റെ അകത്തുണ്ടായിരുന്നത്. ഈ സമയം അവളുടെ തൊട്ടടുത്തിരിക്കുന്ന കുള്ളിയില്ലേ ഇയോങ്, പുള്ളിക്കാരി വന്നിട്ട് നിന്നെ ഈ മീറ്റിങ്ങിന് ക്ഷണിച്ചിട്ടുണ്ട്, പെട്ടെന്ന് റെഡി ആയിട്ട് കോൺഫറൻസ് ഹാളിലേക്ക് വാ എന്ന് പറഞ്ഞ് അവളെ ക്ഷണിക്കുന്നു. ഇത്രയും കാലമായിട്ട് ആദ്യമായിട്ടാണ് അവളെ ഒരു മീറ്റിങ്ങിന് ക്ഷണിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൾ വളരെ സന്തോഷിച്ചാണ് അങ്ങോട്ടേക്ക് ചെയ്യുന്നത്. എല്ലാവരും കോൺഫറൻസ് റൂമിലേക്ക് പോയ നേരം കിമ്മിന്റെ സിസ്റ്റം തനിയെ ഓണാകുന്നു. മീറ്റിംഗിലെ ബോസ് എല്ലാവരെയും ഭയങ്കരമായിട്ട് ചീത്ത പറയുകയാണ്. നിങ്ങൾ എന്തായി കാണിച്ചു വെച്ചിരിക്കുന്നത്, നിങ്ങൾക്ക് പറ്റിയാലും ഇട്ടിട്ട് പൊയ്ക്കൂടെ, അങ്ങനെ കണ്ട രീതിയിലെല്ലാം പുള്ളി ചീത്ത പറയുന്നു. അത് മാത്രമല്ല, കിമ്മിന്റെ ജോലികൾ ഇനി മിച്ചം കിടക്കുക, അതൊക്കെ ആര് ചെയ്യുമെന്നെല്ലാം പറഞ്ഞിട്ട് നമ്മുടെ ജോയ്ക്ക് കിമ്മിന്റെ എല്ലാ ജോലികളും ഏൽപ്പിച്ചു കൊടുക്കുകയും എത്രയും പെട്ടെന്ന് അതെല്ലാം തീർത്തു കൊടുക്കണമെന്ന് പറയുകയും ചെയ്യുന്നു. പിന്നീട് നമ്മളെ കാണിക്കുന്നത് ഈ ജോയും ബോസും ഒന്നിച്ചു നിന്ന് സിഗരറ്റ് വലിക്കുന്നതാണ്. ഇവർ രണ്ടുപേരും പുകവലി പാർട്ട്നേഴ്സാണ്. ബോസ് കഴിഞ്ഞ ദിവസം കിമ്മ തന്നെ ഉപദ്രവിക്കാൻ വരുന്നത് പോലെ സ്വപ്നം കണ്ടു എന്നെല്ലാം ജോയോട് പറയാണ്. ജോയ് ആണെങ്കിൽ അത് വെറും ഡ്രീം അല്ലേ, വിട്ടുകള സാറേ എന്നെല്ലാം പറയുന്നു. പിന്നീട് നമ്മളെ കാണിക്കുന്നത് ആ ഇൻസിഡന്റ് നടന്ന ഡേ, അതായത് ആ കിമ്മ കൊലപാതകങ്ങളൊക്കെ നടത്തിയ ഡേ ഇല്ലേ, ആ ഡേ ആണ്. ഓഫീസിലെ സ്റ്റാഫ് 3-4 പേര് ലിഫ്റ്റ് ഓപ്പൺ ആകുന്നതും വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. ഈ സമയം കിമ്മിനെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അത്രയും വഴക്ക് പറയേണ്ടിയിരുന്നില്ല എന്ന് കൂട്ടത്തിലൊരാൾ പറയുന്നു. അന്നേ ദിവസം കിമ്മിനെ അവിടുത്തെ ആ ബോസ് വല്ലാണ്ട് ചീത്ത പറഞ്ഞിട്ടുണ്ട്. ഇവരതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോണ്ട് വന്ന ഹീറോയിൻ കിമ്മിനെയും കൂടെ ലഞ്ചിന് വിളിച്ചാലോ, പുള്ളിക്ക് അതൊരു ആശ്വാസമാകുമെന്ന് ഹീറോയിൻ പറയുന്നു.
പക്ഷെ കിമ്മിനെയും ഈ ഹീറോയിനെയും ഇവർക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വലിയ ഇഷ്ടപ്പെടാത്ത രീതിയിൽ നീ എന്നാ പിന്നെ കിമ്മിനെ പോയി വിളിച്ചിട്ടോ, ഞങ്ങൾ സ്ഥലം മെസ്സേജ് ചെയ്തേക്കാന്നും പറഞ്ഞ് അവരവിടെ നിന്ന് പോകുന്നു. ഇത് വിശ്വസിച്ച ഹീറോയിൻ കിമ്മിനെ പോയി ലഞ്ചിന് ക്ഷണിക്കുന്നു. കിമ്മ് പക്ഷേ നിങ്ങൾ പോയി കഴിച്ചോ, എനിക്കിപ്പോൾ വിശക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഒഴിവാകുന്നു. കിമ്മ് ഫുഡ് കഴിക്കുന്നില്ലെങ്കിൽ പോട്ടെ, താനെങ്കിലും പോയി ഫുഡ് കഴിക്കാന്നോർത്ത് ഹീറോയിൻ മുമ്പേ പോയവരെ കോൾ ചെയ്യാണ്. പക്ഷെ അവർ കോള് കട്ടാക്കുന്നു. അവരവിടെ നൈസായിട്ട് ഒഴിവാക്കിയതായിരുന്നു. ഇപ്പോൾ വീണ്ടും പ്രസന്റ് ഡേ കാണിക്കുകയാണ്. നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ ആ കോൺഫറൻസ് ഹോളിൽ കിടന്ന് ഉറങ്ങാണ്. ഇയോങ് അവളെ വിളിച്ചെണീപ്പിച്ചിട്ട് ബോസിന്റെ റൂമിൽ ആരോ ഗസ്റ്റ് വന്നിട്ടുണ്ട്, അവർക്ക് പോയി കോഫി എടുത്തു കൊടുക്കാൻ പറഞ്ഞ് അവളെ പറഞ്ഞു വിടുന്നു. അവിടെ നിന്നും പോകാൻ നേരം ആ മുറിയിലെ സീലിംഗ് ഇളകിയിരിക്കുന്നത് ഇയോങ്ങിന്റെ ശ്രദ്ധയിൽപ്പെടുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഹീറോയിൻ കോഫി എടുത്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ അവളുടെ അമ്മ അവളെ കോൾ ചെയ്യുന്നു. ഹീറോയിന്റെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് കുറച്ച് മോശമായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾക്ക് ഈ ജോലി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഉടനെ തന്നെ എന്നെ ഇവിടെ പെർമനന്റ് ആക്കും, നമ്മുടെ പ്രശ്നങ്ങളൊക്കെ തീരും എന്നെല്ലാം അവൾ അമ്മയോട് സംസാരിക്കുകയാണ്. ഫോൺ വിളിയൊക്കെ കഴിഞ്ഞിട്ട് ഇവള് കോഫി കൊണ്ടുപോയി ഗസ്റ്റിനും ബോസിനും കൊടുക്കുകയാണ്. ഈ ഗസ്റ്റ് ഇവിടെ പുതിയതായിട്ട് ഇന്ത്യനായിട്ട് വന്ന ആളാണ്. ബോസ് ആ ഇന്ത്യനെ എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുക്കുന്നു. അത് മാത്രമല്ല ഇവൾ അവിടെ പഠിച്ചതാ ഇവിടെ പഠിച്ചതാ, അവൾക്ക് ഇത്രമാത്രം എഡ്യൂക്കേഷൻ ഉണ്ട്, ടാലന്റഡ് ആണ് എന്നിങ്ങനെ ആ പുതിയ ഇന്ത്യനെ ബോസ് നല്ല രീതിയിൽ പൊക്കി പറയുന്നു. ഇതൊക്കെ കേട്ടോണ്ടിരിക്കുന്ന ഹീറോയിന് ആകെപ്പാടെ സങ്കടമാവും. കാരണം അവൾ ഇത്രയായിട്ടും പെർമനന്റ് ആക്കിയിട്ടില്ല. പുതിയ ഒരാളെ എടുക്കുക എന്നൊക്കെ പറയുമ്പോൾ അവളുടെ ജോലിനെ അത് ബാധിക്കുമല്ലോ. അന്ന് രാത്രി ഹീറോയിൻ ആകെ സങ്കടപ്പെട്ട് ടെൻഷൻ അടിച്ച് പോകുമ്പോൾ ആരുടെയോ ദേഹത്ത് തട്ടിയിട്ട് അവളുടെ ബാഗിൽ നിന്ന് ഒരു സാധനം താഴെ വീഴുന്നു. മറ്റേ കത്തിയായിരുന്നു അത്. കിമ്മിന്റെ ജോലി കൂടെ തീർക്കേണ്ടത് കൊണ്ട് ജോ ഓവർ ടൈം നിൽക്കുകയാണ്. അവൻ ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് വന്നപ്പോഴേക്കും അവന്റെ ടേബിളിലെ കിമ്മിന്റെ ടേബിളിൽ ഉണ്ടായിരുന്ന ഒരു ക്ലോക്ക് ഇരിക്കുന്നത് കാണുന്നു. ഇത്രയും നേരം ഇല്ലാതിരുന്ന ഈ സാധനം ഇപ്പൊ എവിടുന്നെന്ന് അവൻ ആലോചിക്കുന്നുണ്ടെങ്കിലും അവൻ അതെടുത്തുകൊണ്ട് കിമ്മിന്റെ ടേബിളിൽ ഇട്ടിട്ട് വീണ്ടും വർക്ക് ചെയ്യാൻ തുടങ്ങുന്നു. ഈ സമയം കേസ് അന്വേഷിക്കുന്ന ഓഫീസറും പുള്ളിയുടെ അസിസ്റ്റന്റും കൂടെ ഒരു കാര്യം കണ്ടുപിടിക്കുന്നു. അതായത് ഈ കൊലപാതകങ്ങളൊക്കെ നടത്തിയ ശേഷം കിമ്മ് നേരെ ഈ ഓഫീസിലേക്കാണ് തിരിച്ചു വന്നത്. കിമ്മ ഓഫീസിന്റെ അകത്ത് കയറിയ CCTV ദൃശ്യങ്ങളുണ്ട്. എന്നാൽ അവിടെ നിന്നും തിരിച്ചു പോയതായിട്ട് ഒരു CCTVയിലും കാണിക്കുന്നില്ല. അതായത് കിമ്മ ഓഫീസിൽ തന്നെ ഉണ്ടെന്നർത്ഥം. ഈ സമയം ഓഫീസിൽ ജോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് അവിടെ വേറെ ആരോ ഉള്ളതുപോലെ അവന് തോന്നുന്നു. അവൻ ടൈപ്പ് ചെയ്യുന്നതിന്റെ ഒപ്പം അതേ സ്പീഡിൽ കൂടെ വേറെ ആരോ ടൈപ്പ് ചെയ്യുന്നു. അവൻ അവിടെ എല്ലാം ഏറ്റു നോക്കുന്നുണ്ടെങ്കിൽ ആരും കാണുന്നില്ല. ഈ സമയം കിമ്മിന്റെ ടേബിളിലെ ഫോൺ റിങ് ചെയ്യാണ്. ജോ ആ കോൾ എടുക്കാനായിട്ട് ചെല്ലുമ്പോഴേക്കും അവിടുത്തെ ലൈറ്റ്സ് എല്ലാം 1 by 1 ആയിട്ട് പടപടയെന്ന് ഓഫ് ആവുകയാണ്. ഈ ജോയ് ആണെങ്കിൽ ഓർക്ക വിളിച്ച് പറയുന്നുണ്ട് ഞാൻ ഇവിടെ ഉണ്ട്, ലൈറ്റ് ഓഫ് ആക്കരുതെന്നൊക്കെ. പക്ഷെ ഫുൾ ലൈറ്റ്സും ഓഫ് ആവുകയാണ്. ഈ സമയം ഓഫീസർ കിമ്മ ഓഫീസിലുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ഓഫീസിലേക്ക് പാഞ്ഞു വരികയാണ്. ജോ ലൈറ്റ്സ് എല്ലാം ഓൺ ആക്കിയിട്ട് വരുമ്പോൾ അവന്റെ ടേബിളിൽ വീണ്ടും മറ്റേ ആ ക്ലോക്ക് ഇരിക്കുന്നു. പേടിച്ചു പോയ ജോ ആരാ ഇവിടെ ഉള്ളത്, ആരാ എന്നെ ഈ പേടിപ്പിക്കുന്നത്, മര്യാദയ്ക്ക് മുന്നോട്ട് പോവാ എന്നെല്ലാം പറഞ്ഞതിന് ശേഷം അവിടെ ഇരുന്ന് വീണ്ടും വർക്ക് ചെയ്യാൻ തുടങ്ങുകയാണ്. ഈ സമയം പുറകിൽ ആരോ വന്ന് നിൽക്കുന്നതായിട്ട് ജോയ്ക്ക് തോന്നുന്നു. ജോ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ കിമ്മ് മഴയൊക്കെ നനഞ്ഞു വന്ന് നിൽക്കുകയാണ്. നീ എന്താ ഇവിടെ നിന്ന് കിമ്മിനോട് ചോദിക്കുമ്പോൾ ഞാൻ വർക്ക് ചെയ്യാൻ വന്നതെന്നും പറഞ്ഞ് അവൻ അവന്റെ സിസ്റ്റത്തിൽ പോയിരുന്ന് വർക്ക് ചെയ്യാനും തുടങ്ങി. പേടിച്ചു പോയ ജോ ഉടനെ തന്നെ ഓഫീസർക്ക് മെസ്സേജ് അയക്കാമെന്നോർത്ത് മെസ്സേജ് ടൈപ്പ് ചെയ്യുമ്പോഴേക്കും നമ്മുടെ ഈ കിമ്മ് അവന്റെ തൊട്ടടുത്തായിട്ട് പ്രേതത്തെ പോലെ വന്ന് നിൽക്കുന്നു. കിമ്മിനെ തള്ളി മാറ്റിയിട്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ജോ ശ്രമിക്കുകയാണ്. പക്ഷെ അവിടുത്തെ മെയിൻ ഡോർ കിമ്മ് നേരത്തെ തന്നെ ലോക്ക് ചെയ്തിരുന്നു. അധികം താമസിക്കാതെ ഓഫീസർ ആ ഓഫീസ് റൂമിലേക്ക് കയറി വരികയാണ്. അവിടെയെല്ലാം ആകെപ്പാടെ അലങ്കോലമായി കിടക്കുന്നത് കണ്ടിട്ട് പുള്ളിക്കാകെ ഒരു ഡൗട്ട് അടിക്കും. ഡോറും ഓപ്പൺ ആയി കിടക്കുകയായിരുന്നു. അകത്തുകൂടെ ആരും മാറുന്നത് പോലെ കണ്ട ഓഫീസർ തന്റെ കയ്യിലുള്ള തോക്കൊക്കെ എടുത്തിട്ട് ഷൂട്ട് ചെയ്യാൻ റെഡി ആയിട്ട് അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. അവിടെ ചെല്ലുമ്പോഴോ അവിടെ നമ്മുടെ ഹീറോയിൻ അവൾ അവിടെ ഒരു ഫയൽ എടുക്കാൻ വന്നതാണെന്ന് പറയുന്നു. ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഓഫീസർ അവളെ അവളുടെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യുന്നു. പിറ്റേ ദിവസം ഓഫീസിൽ ബോസ് ഭയങ്കര കലിപ്പിലാണ്. കാരണം ഇന്നൊരു ഇമ്പോർട്ടന്റ് മീറ്റിംഗ് ഉണ്ട്, അതിന് വേണ്ട റിപ്പോർട്ടുകളൊക്കെ തരേണ്ട ആളാണ് ജോ. ജോ ആണെങ്കിൽ ഇന്ന് എത്തിയിട്ടുമില്ല. എന്തായാലും മീറ്റിംഗ് ഒക്കെ തുടങ്ങി. മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഇരിക്കുന്ന ഒരാളുടെ തലയിലേക്ക് എന്തോ തുള്ളിയായിട്ട് വീഴുന്നുണ്ടായിരുന്നു. ബ്ലഡ് ആയിരുന്നു അത്. ആ തുള്ളിയായിട്ട് ചാടി വന്ന ബ്ലഡിന് പുറകെ ജോയുടെ ഡെഡ് ബോഡിയും ചാടി വന്നു. എല്ലാവരും വല്ലാണ്ടങ്ങ് പേടിച്ചു പോയി. ഓഫീസർ കാര്യങ്ങളൊക്കെ അറിഞ്ഞു വന്ന് അവിടെ എല്ലാം ചെക്ക് ചെയ്യുകയാണ്. ജോയുടെ ഫ്യൂണറൽ എല്ലാം കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ നമ്മുടെ ഈ ഹീറോയിൻ ഒറ്റയ്ക്ക് രാത്രിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൾക്കും ആ ടൈമിൽ അവിടെ വേറെ ആരോ ഉള്ളതുപോലെയൊക്കെ തോന്നുന്നുണ്ട്. ഈ സമയം അവളുടെ സിസ്റ്റത്തിലേക്ക് കിമ്മിന്റെ സിസ്റ്റത്തിൽ നിന്നും മെസ്സേജ് വരികയാണ്. ഈ മെസ്സേജ് ഒക്കെ കണ്ട് ഹീറോയിൻ വല്ലാണ്ട് പേടിച്ചിരിക്കുകയാണ്. ഈ സമയം അതിലെ കൂടെ ആരോ നടന്നു വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അത് അവിടുത്തെ HR ആയിരുന്നു. പുള്ളി വന്നിട്ട് ഹീറോയിനോട് ഇതുവരെ പോകാറായില്ലേ, വീട്ടിൽ പോകാൻ പാടില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. ഉടനെ പൊക്കോളാം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവൾ വീട്ടിൽ പോകുന്നില്ല. അവൾ അവിടെ തന്നെ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന് പതുക്കെ അവിടെ മയങ്ങിപ്പോയി. അവളുടെ തോളിൽ ആരോ തട്ടി വിളിക്കുന്നത് കേട്ടിട്ട് അവൾ ഞെട്ടി എണീക്കുകയാണ്. തിരിഞ്ഞു നോക്കുമ്പോഴോ ബ്ലഡിൽ കുളിച്ച് നിൽക്കുന്ന നമ്മുടെ കിമ്മ് പേടിച്ച് വരച്ച് കണ്ണൊക്കെ തിരുമ്മി ഒന്നും കൂടെ നോക്കി കഴിയുമ്പോഴത്തേക്കും അത് ആ പുതിയ ഇന്ത്യൻ ആയിരുന്നു. പിന്നെ ഹീറോയിൻ അധികം നേരം അവിടെ നിന്നില്ല. ജോലിയൊക്കെ മതിയാക്കി പതുക്കെ വീട്ടിൽ പോവുകയാണ്. നെക്സ്റ്റ് ഡേ നേരത്തെ വരുന്ന ഹീറോയിന് പുതിയ ഇന്ത്യൻ ചെയ്തു വെച്ചിരിക്കുന്ന വർക്കൊക്കെ എടുത്ത് നോക്കിയിട്ട് ഞെട്ടുകയാണ്. കാരണം അവളുടെ വർക്ക്സ് ഒക്കെ എക്സ്ട്രാ ഓർഡിനറി ആയിരുന്നു.
ഹീറോയിൻ ആകെ ടെൻഷനായി. അവൾ ഉടനെ തന്നെ HR അടുത്ത് പോയി സംസാരിക്കുകയാണ്. എന്നെ എന്തുകൊണ്ട് ഇതുവരെ പെർമനന്റ് ആക്കിയില്ല, ഇനി പുതിയ ആളാണ് എടുക്കാൻ പോകുന്നത്, എന്നെ പിരിച്ചുവിടാനാണോ എന്നെല്ലാം ചോദിക്കുകയാണ്. അപ്പോൾ HR പറയാണ്, അങ്ങനെയൊന്നുമില്ല, നീ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളാണെന്ന് ഞങ്ങൾക്കറിയാം, നിന്നെ ഉറപ്പായിട്ട് സ്ഥിരമാക്കും, മാനേജറുടെ കയ്യിൽ നിന്നും ഒരു പെർമിഷൻ മാത്രം കിട്ടിയാൽ മതി, അത് കഴിഞ്ഞ ഉടനെ നിന്നെ പെർമനന്റ് ആക്കും എന്നെല്ലാം പറയുകയാണ്. ഇതൊക്കെ കേട്ട് സന്തോഷത്തോടെ നമ്മുടെ ഹീറോയിൻ തിരിച്ചു വരികയാണ്. പക്ഷേ ഇവിടെ വരുമ്പോഴത്തേക്കും മറ്റേ ടീം ലീഡർ ഹോണില്ലേ, പുള്ളിക്കാരി ഇവളെ കണ്ട രീതിയിലെല്ലാം ചീത്ത പറയുകയാണ്. അത് മാത്രമല്ല, പുതിയ ഇന്റേണിനെ ആയിരിക്കും എടുക്കാൻ പോകുന്നത്, നീ ഇങ്ങനെ കറങ്ങി നടന്നോ എന്നെല്ലാം സംസാരിക്കുന്നു. സങ്കടം സഹിക്കവയ്യാതെ ഹീറോയിൻ ടോയ്ലറ്റിൽ പോയിരുന്ന് കരയുകയാണ്. ഈ സമയം അവളുടെ തൊട്ടടുത്തിരിക്കുന്ന കൊളീഗില്ലേ ഇയോങ്, പുള്ളിക്കാരി പുറത്ത് നിന്നിട്ട് അവളെ ഉപദേശിക്കുകയാണ്. നീ ഇങ്ങനെ ചത്ത് കിടന്ന് ജോലി ചെയ്തിട്ടൊന്നും കാര്യമില്ല, എല്ലാ കാര്യങ്ങളും നോക്കിയും കണ്ടും ഒക്കെ ചെയ്യണം. അത് മാത്രമല്ല, നീ ആ കിമ്മിനെ പോലെ ഇടയ്ക്ക് ആവുന്നുണ്ട് എന്നെല്ലാം അവൾ പറയുകയാണ്. ഇത് കേട്ടപ്പോൾ ഹീറോയിന് ഒരു ഫ്ലാഷ് ബാക്ക് ഓർമ്മ വരുന്നു. ഒരു ദിവസം കിം അവന്റെ ടേബിളിൽ ഒരു കത്തിയും പിടിച്ചോണ്ടിരിക്കുന്നത് കണ്ടിട്ട് ഹീറോയിന് എന്താതെന്ന് ചോദിക്കുകയാണ്. ആത്മഹത്യ ചെയ്ത ആരുടെ ഒരു കത്തിയാണത്. പുള്ളിക്കാരൻ മരിക്കുന്നതിന് മുമ്പായിട്ട് കിമ്മിന് കൊറിയർ ചെയ്ത് കൊടുത്തതാണത്. ആ കത്തി ഇങ്ങനെ മുറുകെ പിടിക്കുമ്പോൾ ഉള്ളിലുള്ള ആ സ്ട്രെസ്സൊക്കെ മാറി ഒരു കോൺഫിഡൻസ് കിട്ടുമെന്നെല്ലാം ഈ കിം സംസാരിക്കുകയാണ്. നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നു എന്ന് പറഞ്ഞ് ഹീറോയിന് കൊടുക്കുമ്പോൾ അയ്യോ എനിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് ഓടി പോവുകയാണ്. ഈ ടീം ലീഡർ ഹോണില്ലേ, പുള്ളിക്കാരിയാണെങ്കിൽ ഒരു റിപ്പോർട്ട് കൊണ്ടുപോയി ബോസിനെ ഏൽപ്പിക്കുകയാണ്. ഇത് കണ്ടിട്ട് ബോസ് ആണെങ്കിൽ ഭയങ്കരമായിട്ട് വഴക്ക് പറയാണ്. എന്താണ് ഈ കാണിച്ചു വെച്ചിരിക്കുന്നതെന്നെല്ലാം ചോദിച്ചോണ്ട്. ബോസിന്റെ റൂം ഓപ്പൺ ആയി കിടക്കുന്നത് കൊണ്ട് തന്നെ പുറത്തിരിക്കുന്നവരും ഈ വഴക്ക് പറയുന്നതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. ബോസിന്റെ വഴക്ക് കുറച്ചു നേരം കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പുള്ളിക്കാരിക്ക് ആകെപ്പാടെ ദേഷ്യം വന്നു. പുള്ളിക്കാരിയും തിരിച്ചു പറയാൻ തുടങ്ങി. എത്ര പെർഫെക്റ്റ് ആയിട്ട് ചെയ്താലും താൻ ഇങ്ങനെ മാത്രമല്ലേ പറയുള്ളൂ, ആ കിമ്മിനോടും താൻ ഇങ്ങനെയല്ലേ ചെയ്തത്, പാവം അതിനെ പിരിച്ചുവിട്ടില്ലേ, അതുകൊണ്ടല്ലേ അവൻ ഇങ്ങനെയെല്ലാം ചെയ്തതെന്നെല്ലാം അവൾ പറയുകയാണ്. ഞാൻ ഇവിടുത്തെ ജോലിയൊക്കെ മതിയാക്കി പോവുകയാണെന്നും പറഞ്ഞ് അവൾ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. ഈ സമയം അവിടെയുള്ളവരെല്ലാം അവളുടെ പുറകെ ഓടി ചെന്നിട്ട് ചോദിക്കുകയാണ്, കിമ്മിനെ പിരിച്ചുവിട്ടതാണോ, ഈ പറഞ്ഞ സത്യമാണോ എന്നെല്ലാം ചോദിക്കുകയാണ്. ഈ പറഞ്ഞതൊക്കെ സത്യമാണ്, എനിക്കും പിന്നെ ദേ അവൾക്കും മാത്രം സത്യം അറിയാമെന്നും പറഞ്ഞുകൊണ്ട് ഹോൺ ഹീറോയിനെ ചൂണ്ടിക്കാണിക്കുന്നു. ആ ന്യൂസ് എല്ലാവർക്കും ഷോക്കിംഗ് ഒക്കെ തന്നെ ആയിരുന്നെങ്കിലും കിമ്മിനെ ആർക്കും വലിയ താല്പര്യമില്ലാത്തത് കൊണ്ട് ആരും അതിന്റെ പുറകെ പോയില്ല. അന്ന് തന്നെ പുതിയ ഇന്റേണിനെയാണ് പെർമനന്റ് ആക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ സജസ്റ്റ് ചെയ്തതെന്ന് ഈ ഇയോങ്ങും ലീയും സംസാരിക്കുന്നത് നമ്മുടെ ഹീറോയിൻ ഒളിഞ്ഞു എന്ന് കേൾക്കുകയാണ്. അവൾക്ക് ആകെപ്പാടെ സങ്കടമായി. ഇവള് ആരുമില്ലാത്ത സമയം നോക്കി മാനേജർ റൂമിൽ കയറി നോക്കുമ്പം അവർ പറഞ്ഞത് സത്യമായിരുന്നു. പുതിയ ഇന്റേണിനെയാണ് പെർമനന്റ് ആക്കാൻ വേണ്ടിയിട്ട് എല്ലാം സെറ്റപ്പാക്കി വെച്ചിരിക്കുന്നത്. സങ്കടപ്പെട്ടിരിക്കുന്ന ഹീറോയിൻ കിമ്മ് പറഞ്ഞ കാര്യം ഓർത്തിട്ട് ആ കത്തി എടുത്ത് ഡിപ്രഷനൊക്കെ മാറുന്നതിന് വേണ്ടിയിട്ട് മുറുകെ പിടിക്കുന്നു. അന്ന് രാത്രി മാനേജർ സിഗരറ്റ് വലിക്കുന്നതിന് വേണ്ടിയിട്ട് അവരുടെ സ്ഥിരം പ്ലേസിലേക്ക് ചെന്നിരിക്കുകയാണ്. പക്ഷേ പുള്ളി ലൈറ്റർ എടുക്കാൻ മറന്നുപോയിരുന്നു. അപ്പോഴാണ് കുറച്ച് അപ്പുറത്തായിട്ട് ആരോ സിഗരറ്റ് വലിക്കുന്നത് പുള്ളി കാണുന്നത്. പുള്ളി അങ്ങോട്ടേക്ക് ചെല്ലുമ്പം അവിടെ ആരും ഉണ്ടായിരുന്നില്ല. പക്ഷേ അവിടെ ജോയുടെ ലൈറ്റർ ഇരിപ്പുണ്ടായിരുന്നു. പുള്ളി പേടിച്ച് ആ ലൈറ്ററൊക്കെ എടുത്തുകൊണ്ട് നിൽക്കുമ്പോഴേക്കും ആരോ പുള്ളിനെ ഫോളോ ചെയ്യുന്ന പോലെ തോന്നുകയാണ്. അവിടെ ഒന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോഴേക്കും അവിടെയുള്ള ഡോറുകളെല്ലാം ഒന്നൊന്നായി അടയുകയാണ്. അത് മാത്രമല്ല, പുള്ളിയുടെ കഥ അവിടെ അവസാനിക്കുകയും ചെയ്യുന്നു. ഈ സമയം പിണങ്ങിപ്പോയ ഹോണിന് മാനേജറിന്റെ ഒരു മെസ്സേജ് വരുന്നു. എന്തിനാണ് ജോലി നിർത്തുന്നത്, നിനക്ക് പ്രൊമോഷൻ തരാം, തിരിച്ചു വാ എന്നൊക്കെയായിരുന്നു മെസ്സേജിലുണ്ടായിരുന്നത്. ഇത് കണ്ടതും പുള്ളിക്കാരി സന്തോഷത്തോടെ തിരിച്ച് ഓഫീസിലേക്ക് എത്തുകയാണ്. ഓഫീസിലെത്തിയ ഹോൺ ടോയ്ലറ്റ് യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ടോയ്ലറ്റ് കയറി കഥ അടയ്ക്കുകയാണ്. ഈ സമയം പുറത്തു നിന്നാരോ ആ കഥകിൽ പടപടാന്ന് അടിക്കുകയാണ്. പേടിച്ചു പോയ പുള്ളിക്കാരി പുറത്താരാ ഉള്ളതെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് ആ ടോയ്ലറ്റിന്റെ വാതിലിന്റെ താഴെ കുനിഞ്ഞു നോക്കുകയാണ്. ഈ സമയം പുറത്തു നിന്ന് ഏതോ ഒരു കൈ വന്നിട്ട് ഇവളെ ആക്രമിക്കുകയാണ്. ഇവളെ അതിൻ്റെ അകത്ത് പേടിച്ചിരുന്ന് കരയുകയാണ്. കുറച്ച് സമയത്തിന് ശേഷം അനക്കൊന്നും കേൾക്കാതെ വന്നപ്പോഴേക്കും ഈ പുള്ളിക്കാരി പതുക്കെ ഡോറൊന്ന് തുറക്കുകയാണ്. ഈ സമയം ആ ഗ്യാപ്പില് കിമ്മ് ആ ഡോറ് തുറന്ന് അകത്തേക്ക് കയറുകയും അവളെ കത്തി വെച്ച് കുത്തി കൊല്ലുകയും ചെയ്യുന്നു. ഈ സമയം ആ ഓഫീസിൽ തന്നെ ഓഫീസിലുള്ള ഒരു മെയിൻ്റനൻസ് സ്റ്റാഫും നമ്മുടെ ആ ഓഫീസറിലെ പുള്ളിക്കാരൻ്റെ അസിസ്റ്റന്റും കൂടെ ഒരു ഡെഡ് ബോഡി കണ്ടെത്തുന്നു. ഒരു 2-3 ദിവസം പഴക്കമുള്ളൊരു ഡെഡ് ബോഡി ആയിരുന്നു അത്. കിമ്മിന്റെ ബോഡി ആയിരുന്നു അത്. വീട്ടുകാരെ മുഴുവൻ കൊലപ്പെടുത്തിയ ശേഷം ഇവിടെ വന്നിരുന്ന വിഷം കുടിച്ച് ആത്മഹത്യ ചെയ്യാണ് പുള്ളി ചെയ്തത്. അപ്പൊ ഈ കൊലപാതകങ്ങളൊക്കെ ആരാ ചെയ്തത്? ഇത്തിരി മുന്നേ ഹോണിനെ കത്തിവെച്ച് കുത്തിക്കൊന്നത് ആരാ? കൊലപാതകങ്ങളൊക്കെ ചെയ്തത് വേറെ ആരുമല്ല, ദേ ഈ ബ്ലഡ് പുരണ്ട കത്തി കഴുകിക്കൊണ്ടിരിക്കുന്ന ആളാണ് നമ്മുടെ ഹീറോയിൻ. ഒരു ഭ്രാന്തിയെ പോലെ ഹീറോയിൻ കിമ്മിന്റെ സിസ്റ്റത്തിലിരുന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം അവളുടെ കൂടെ വർക്ക് ചെയ്യുന്ന കൊളീഗ്സ് ആയിട്ടുള്ള ഇയോങ്ങും ലീയും അങ്ങോട്ടേക്ക് വരുന്നു. ഹീറോയിൻ ബാക്കിയുള്ളവരുടെ ജോലി കൂടെ പൂർത്തിയാക്കിയതിന് ശേഷമാണ് കിമ്മിന്റെ സിസ്റ്റത്തിലിരുന്ന് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഇത് കണ്ടിട്ട് ഇയോങ്ങിന് വല്ലാണ്ട് ദേഷ്യം വരുന്നു. അവള് ഹീറോയിനിട്ട് 2 അടിയൊക്കെ കൊടുത്തിട്ട് വഴക്കൊക്കെ പറഞ്ഞ് അവിടുന്ന് പോവുകയാണ്. ഹീറോയിൻ ഒരു പഞ്ചിങ് മെഷീൻ എടുത്തുകൊണ്ട് അവരുടെ പുറകെ ചെല്ലുകയും ഇയോങ്ങിന്റെ തലയ്ക്ക് ആഞ്ഞടിക്കുകയും ചെയ്യുന്നു. ഹീറോയിൻ ചിരിച്ചുകൊണ്ട് കത്തിയൊക്കെ എടുക്കുകയാണ്. ഇത് കണ്ട് കൂടെ നിൽക്കുന്ന ലീ പേടിച്ച് ജീവനും കൊണ്ട് അവിടുന്ന് ഓടുന്നു. അവന്റെ ആ ഓട്ടം അവസാനിച്ചത് മരിച്ചു കിടക്കുന്ന ബോസിനെ കണ്ടു കഴിഞ്ഞപ്പോഴാണ്. അടി കൊണ്ട് നിലത്ത് കിടക്കുന്ന ഇയോങ്ങിനെ ഹീറോയിൻ വലിച്ചുകൊണ്ട് പോവുകയാണ്. പാതി മയക്കത്തില് കണ്ണു തുറന്നു നോക്കുന്ന ഇയോങ്ങിന് ഹീറോയിന്റെ സ്ഥാനത്ത് കിമ്മിനെയാണ് കാണുന്നത്. ഇയോങ്ങിനെ ഫ്ലോറിന്റെ മുകളിൽ നിന്നും താഴേക്ക് തള്ളിയിടുകയാണ് ഹീറോയിൻ. ഇയോങ്ങിന്റെ ബോഡി ചെന്ന് വീണതോ കിമ്മിന്റെ ബോഡി കാണാൻ എത്തിയ ഓഫീസറിന്റെ പിന്നിൽ. ബോസിന്റെ ഡെഡ് ബോഡി കണ്ട് പേടിച്ച് തിരിച്ചോടി വന്ന ലീക്ക്
ഹീറോയിന്റെ കത്തി കിട്ടുകയാണ്. അവൻ ആ കത്തി എടുത്ത് ഹീറോയിന്റെ നേരെ നീട്ടുകയാണ്. ഹീറോയിൻ ആണെങ്കിൽ ആ കത്തി എനിക്ക് വേണം, അതില്ലാതെ എനിക്ക് പറ്റില്ല, അതെന്റെ കയ്യിലോട്ട് താ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവളും വാശി പിടിച്ച് നിൽക്കുകയാണ്. ഹീറോയിൻ ആ കത്തി അവന്റെ കയ്യിൽ നിന്നും പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുകയാണ്. അതിനുശേഷം ആ കത്തിക്ക് വേണ്ടിയിട്ട് രണ്ടുപേരും ബലം പിടിക്കുന്നു. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കത്തിക്ക് വേണ്ടിയിട്ട് പിടികൂടിക്കൊണ്ടിരിക്കവേ തന്നെ കത്തി ആരുടെയോ ദേഹത്ത് കുത്തിക്കേറുന്നു. സ്വന്തം ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ലീ ഹീറോയിന്റെ ദേഹത്ത് കത്തി കുത്തിക്കയറ്റിയിരിക്കുന്നു. ഈ സമയം കറക്റ്റായിട്ട് ആ ഓഫീസർ അങ്ങോട്ടേക്ക് എത്തുന്നു. ലീയുടെ കണ്ണിനും ഹീറോയിനെ കിമ്മായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ലീ ഹീറോയിനെ കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ ശ്രമിക്കുകയാണ്. ഇത് കണ്ടു നിൽക്കുന്ന ഓഫീസർ ലീയെ ഉടനെ തന്നെ ഷൂട്ട് ചെയ്ത് കൊല്ലുന്നു. അത് മാത്രമല്ല, ഈ കൊലപാതക കുറ്റങ്ങളെല്ലാം ഓട്ടോമാറ്റിക്കലി ലീയുടെ തലയിലാവുകയും ചെയ്യുന്നു. ഹീറോയിനെ ഹോസ്പിറ്റലിലാക്കുകയും അതുവഴി അവൾ ഓക്കെ ആകുകയും ചെയ്യുന്നു. നിഷ്കളങ്കയായ പാവം ഹീറോയിനെ ആർക്കും സംശയം തോന്നിയതേയില്ല. മറ്റൊരു ഓഫീസിൽ ഇന്റർവ്യൂവിന് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഹീറോയിനെ കാണിച്ചുകൊണ്ട് ഈ മൂവി ഇവിടെ അവസാനിക്കുകയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.